ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും നല്ല കാര്യമാണെന്ന് തോന്നുന്നു. PSC പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരുടെ ഭാവി ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത് വിളിച്ചിരിക്കുന്നു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സാം നടക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഇടും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അഡ്വൈസൊക്കെ വിളിച്ചു തുടങ്ങും. കുറേ പേര് ജോലിക്ക് കയറും. അപ്പോൾ ഇത് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ച് വേണം, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി തീരുമാനമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ഇത് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ തന്നെ നോക്കാൻ വന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി വേണം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതിനെ എങ്ങനെ കാണുന്നു എന്നനുസരിച്ച് നിങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടും. നിങ്ങൾ നോക്കുക, ഇതിലുള്ളത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. HSIയിൽ കുറേ വിവിധ വിഷയങ്ങളിൽ എക്സാമുകൾ വന്നിട്ടുണ്ട്. പിന്നെ 583/2024 IRB കോൺസ്റ്റബിൾ എക്സാമാണ്. പിന്നെ ഉള്ളത് 582/2024 വുമൺ CP ആണ്, വുമൺ CPO. പിന്നെ 576/2024 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ കാത്തുനിന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാരുടെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാണ് ഈ വീഡിയോ ഇന്ന് തുടങ്ങി വെച്ചുകൊണ്ട്, അതായത് 1-ാം തീയതിയാണെന്ന്. അപ്പോൾ അതിനെ നിങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല പ്ലാനിങ് നടത്തുക. അത് നോക്കിയാൽ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഉണ്ട്, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഉണ്ട്. 2 പോലീസിൻ്റെതും എക്സൈസിൻ്റെതും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമുകളാണ്. ഇനി അതല്ല, അതിന് മുകളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ക്യാമ്പിലെ പോലീസ് ഉണ്ട്. പിന്നെ ഉള്ളത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്, അതായത് ഓപ്പൺ മാർക്കറ്റ്. ഇത് പൊതുവായിട്ടുള്ളതാണ്. ഇത് ആംഡ് പോലീസ് എന്ന് പറയുന്നത് ഒന്ന് ക്യാമ്പ് അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള ആംഡ് ആയിട്ടുള്ള പോലീസ് സബ് ഇൻസ്പെക്ടറാണ്. രണ്ടാമത് താഴെയുള്ളത് ഒരു കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയായ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. നിങ്ങൾ പൂർണ്ണമായിട്ടും ലോക്കൽ സ്റ്റേഷനിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത്. അങ്ങനെ മൊത്തത്തിൽ ഇത്രയുമാണ് നോട്ടിഫിക്കേഷൻ. ഇത്രയുമാണെന്നല്ല, 64 നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. ഇതിൽ ക്വാളിഫിക്കേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, പിന്നെ HSI ആ ഒരു ലെവലിൽ വേണം. IRB കോൺസ്റ്റബിൾ, പിന്നെ വുമൺ CP +2 ലെവലാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ ഉള്ള ഒരു എക്സാമാണ്. അതിൻ്റെയൊക്കെ ഒരു ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് കയറിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് സാലറി അത്ര സാധ്യത ഉള്ള എക്സാമാണ്. പിന്നെ താഴോട്ടുള്ളത് സിവിൽ പോലീസ് ഓഫീസറാണ്. സിവിൽ പോലീസ് ഓഫീസർ അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സിവിൽ എക്സൈസ് ഓഫീസറാണ്. അതിൽ നിന്ന് കുറച്ചൊരു 3000 റേഞ്ചൊക്കെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷെ വലിയൊരു സാലറി, നല്ല ലെവലിൽ സാലറി കിട്ടുന്നതാണ്. നിങ്ങൾ അലവൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികൾ അങ്ങനെയുള്ളതല്ല. സബ് ഇൻസ്പെക്ടർ പോലീസ് എന്ന് പറയുന്നത് തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ജോലികളാണ്. അപ്പോൾ ഇത്രയും എക്സാമുകളിലേക്കാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും എക്സാമുകൾ 64ഓളം എക്സാമുകളാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന കുറേ എക്സാമുകളാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു എക്സാം കാണും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ എക്സാം എന്ന് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം എന്നുള്ള എക്സാം ചൂസ് ചെയ്യുക. അത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുക, തുടങ്ങുക, ഇരുന്ന് പഠിക്കുക. അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്തായാലും ഈ എക്സാമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു ജോലി വാങ്ങിച്ചിട്ടേ നിങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനി എന്ത് കാര്യമേ ഉള്ളൂ എന്ന് തീരുമാനിക്കുക. പഠിച്ചു തുടങ്ങുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ഒരു ചെറിയ കാര്യമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, പക്ഷേ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വേറെ ഒരു ലെവലിലോട്ട് നിങ്ങളത് മാറും. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും പഠിക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്ലൈ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ആദ്യമേ ഇപ്പം തന്നെ കണ്ട സ്ഥിതിക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ പോവുക. അപ്ലൈ ചെയ്യുക, അതിനുശേഷം പഠിച്ചു തുടങ്ങുക. എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. അതിന് കൂട്ടായിട്ട് നമ്മളും ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ കാര്യങ്ങളായിട്ട് നമ്മളും പറഞ്ഞ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസൊക്കെ ഇട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആക്കാനും നിങ്ങളെ നല്ല ഇൻഫർമേഷൻ തരാനും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ബൈ.